പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഈ തെള്ളുക്കുഴി എന്ന ഈ ജംഗ്ഷനിൽ നമുക്കൊരു മെസ്സേജ് നടത്തുവാൻ ദൈവം തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നോക്കാമെങ്കിൽ അനേക കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ, സമാധാനം എവിടെ പോയാൽ കിട്ടും, എവിടെ പോയാൽ ശാന്തിയും സന്തോഷവും കിട്ടുമെന്ന് ലോകമൊട്ട് ജനം ഓടി നടക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് അനേക വ്യക്തികൾ സമാധാനത്തിന് വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവ് ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ട് അവരല്പസമയം തലകറങ്ങിയിരിക്കുകയും അവരുടെ ആ ഓരോ കാര്യങ്ങളും മറന്നിരിക്കുകയും ചെയ്യും. എന്നാൽ പ്രിയ മക്കളെ, ഒരിക്കലും സമാധാനം കിട്ടുവാൻ വേണ്ടി മദ്യം കഴിച്ചാൽ സമാധാനം കിട്ടുകയില്ല, ഒരിക്കലും കിട്ടുകയില്ല. എന്നാൽ സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്, അത് യേശു കർത്താവ്. ആ കർത്താവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തരുന്ന ദൈവമാണ് ആ യേശു കർത്താവ്. യേശു കർത്താവിൽ വിശ്വസിച്ചാൽ സമാധാനവും സന്തോഷവും ശാന്തിയും നമുക്ക് ലഭിക്കും. എന്നാൽ ഒരു കാലത്ത് എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ഞാൻ എവിടെ പോയാൽ സമാധാനം കിട്ടുമെന്ന് കൈ നോക്കുകയും പ്രശ്നങ്ങൾ നോക്കുകയും ഓരോ പുണ്യസ്ഥലങ്ങൾ പോയി മെഴുകുതിരിയും സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ അവിടെയെങ്ങും സമാധാനം കിട്ടിയില്ല. എന്നാൽ അല്പത്തെ മദ്യങ്ങൾ കഴിക്കുവാൻ തുടങ്ങി. അങ്ങനെ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചു. എന്നാൽ മദ്യത്തിനോ ഇതിനൊന്നിനും എനിക്ക് സമാധാനം തരുവാൻ ഒരിക്കലും കഴിഞ്ഞില്ല. എന്നാൽ ഒരു നാൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ എങ്ങുമില്ലാത്തൊരു സമാധാനം, ഈ ഭൂമിക്ക് തരുവാൻ കഴിയാത്തൊരു സമാധാനം, ഈ ലോകത്തിലെ പ്രഭുക്കന്മാർക്ക് തരാത്തൊരു സമാധാനം, ആ സമാധാനം എൻ്റെ യേശു എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി എനിക്ക് തന്നു. അതിനുശേഷം എൻ്റെ കുടുംബത്തിലും നാട്ടിലുമൊക്കെ ഞാൻ നല്ലവനായി തീരുവാൻ ഇടയായി. എന്നാൽ എല്ലാവർക്കും ഒരു തലവേദനയായിരുന്നു. അതിൽ നിന്നെല്ലാം എനിക്കൊരു മോചനം പ്രാപിച്ചത് യേശു കർത്താവിൽ കൂടെയാണ്. ഈ സാക്ഷ്യത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ പ്രിയ മക്കളെ, ഞാനൊന്ന് പറയാം, യേശുവിൽ കൂടെ അല്ലാതെ സമാധാനം ലഭിക്കുകയില്ല. എന്നാൽ ഇന്ന് ഓരോ കുടുംബത്തിൽ കുഞ്ഞുമക്കൾ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി കുടുംബങ്ങൾ സമാധാനം കൊടുക്കുന്നില്ല, മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കുന്നില്ല. ചെറുപ്പക്കാർ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ, അവർ മടങ്ങി ഭവനത്തിൽ വരുമ്പോൾ ഏത് രീതിയിലാണ് വരുന്നതെന്ന് മാതാപിതാക്കൾക്കൊരു നിശ്ചയമില്ല. മാതാപിതാക്കൾ മക്കളെ ഭയക്കുന്നു. കാരണം അവർ മദ്യം കഴിച്ചുകൊണ്ട് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് രാവിലെ വീഴുന്ന പത്രങ്ങളെടുത്ത് നോക്കാമെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഇങ്ങനെ എഴുതിയിരിക്കും, മകൻ അപ്പനെ അടിച്ചു കൊല്ലുന്നു, അമ്മയെ അടിച്ചു കൊല്ലുന്നു, അല്ലെങ്കിൽ അപ്പൻ മകനെ അടിച്ചു കൊല്ലുന്നു, മകൻ അമ്മയെ അടിച്ചു കൊല്ലുന്നു, അമ്മ മകനെ അടിച്ചു കൊല്ലുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമുക്ക് വായിക്കുവാൻ കഴിയും. ഇത് കാരണം മദ്യമാണ്. ഈ മദ്യം കഴിക്കാതെ ഇരുന്നാൽ ആർക്കും ഇങ്ങനെയുള്ള കൊടുമകൾ ചെയ്യുവാൻ കഴിയുകയില്ല.
എന്നാൽ മദ്യം കടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്നു ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ. പ്രിയ മക്കളെ, നമ്മൾ ഇന്നലത്തെ പത്രത്തിൽ തന്നെ നമുക്ക് നോക്കാം. മകൻ അപ്പനെ ഒറ്റയടിയിൽ അടിച്ചു കൊന്നിരിക്കുന്നു. അനുജനെ അവൻ മദ്യത്തിൻ്റെ ഇതിൽ അടിച്ചിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഈ ലോകത്തിൽ രണ്ട് ശക്തികളുണ്ട്. ഒന്ന് പൈശാചിക ശക്തി, ഒന്ന് ദൈവിക ശക്തി. എന്നാൽ ഈ പൈശാചിക ശക്തിയാണ് ഈ മനുഷ്യരെ തെറ്റിക്കുന്നത്, പാപം ചെയ്യിക്കുന്നത്. ആ പൈശാചിനൊറ്റ ചിന്തയുള്ളൂ, മനുഷ്യനെ തെറ്റിച്ച് പാപം ചെയ്യിക്കുക, അവനെ കൊല്ലുക. ഇതല്ലാതെ പിശാചിന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാണെങ്കിൽ നമ്മളൊരു പാപം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിയാൽ ആ ശക്തി പറയും, മകനെ നീ അങ്ങോട്ട് പോകരുത്, നീ മദ്യം കഴിക്കരുത്, നീ ആരെയും ഉപദ്രവിക്കരുത്, നീ ആരെയും കൊല്ലരുത് എന്നൊരു ശക്തി നമ്മുടെ ഉള്ളിൽ വരുവാനിടയാകും. എന്നാൽ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ പാപത്തിൽ നിന്ന് മാറുവാൻ കഴിയും. ഈ പിശാച് എന്ന ശക്തി നാട്ടിനെ മുടിച്ചു കൊണ്ടിരിക്കുന്നു, ഓരോ കുടുംബങ്ങളെ മുടിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയ മക്കളെ, ഇത് എവിടെ പോയി നമ്മൾ ഏത് മാർഗം സ്വീകരിച്ചാലും ഈ പിശാചിനെ ഒഴിപ്പിക്കുവാനോ മാറ്റുവാനോ ആർക്കും കഴിയുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ശിരസിൽ ദൈവം തൊടും. ആ സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ആ പൈശാചിക ശക്തി വിട്ടോടും. അവനൊരിക്കലും അടുക്കുവാൻ കഴിയുകയില്ല, അവനൊരു ശക്തിയുമില്ല. എന്നാൽ ദൈവിക ശക്തി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ശക്തിയാണ്. ആ ദൈവത്തെ നമുക്ക് ഉൾക്കൊള്ളാം, ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മക്കളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തോന്നാണ്? നിങ്ങളെ പ്രശ്നങ്ങൾ എന്തോന്നാണ്? നിങ്ങൾ എവിടെയാണ് നിങ്ങൾ വീണ് കിടക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ആത്മഹത്യക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത്? പ്രിയ മക്കളെ, ആത്മഹത്യകളൊന്നും ഒരു പരിഹാരമല്ല. നമ്മുടെ ജീവനെ എത്രയും പെട്ടെന്ന് നശിപ്പിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാറുമോ? പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും മാറുകയില്ല. നിങ്ങൾ ആത്മഹത്യ ചെയ്യണ്ട, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തണ്ട, നിങ്ങൾ ആയുസ്സിനെ നഷ്ടപ്പെടുത്തണ്ട. യേശുവേ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരണമേ, എനിക്ക് സമാധാനമില്ല, എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുന്നില്ല, യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രിയ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വന്ന് സമാധാനം തരും. ഇന്ന് അനേക കുടുംബങ്ങൾ നോക്കാമെങ്കിൽ ഭാര്യ ഭർത്താവ് പിണക്കം, മക്കൾ തമ്മിൽ പിണക്കം, സമാധാനമില്ല. അവർക്ക് സമാധാനം കുടുംബത്തിലില്ല. സമാധാനമില്ലാതെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ആൺമക്കൾ ആൺമക്കളുടെ വഴി, പെൺമക്കളുടെ വഴി. മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല. പ്രായം ചെന്ന മാതാപിതാക്കളെ മക്കൾ നോക്കുന്നില്ല. അവരെ നോക്കാതെ അടിച്ച് പുറത്തിറക്കുന്നു. അവർ വഴിയിൽ അനാഥരായി കഴിയുന്നു. ഇതെന്താണ് കാരണം? ഇതെല്ലാം പൈശാചിക ശക്തി എന്നുള്ള ശക്തി നമ്മെ വിട്ട് ചെയ്യിക്കുന്നു. പ്രിയ മക്കളെ, മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങൾ അടിച്ചിറക്കരുത്. മാതാപിതാക്കളെ നിങ്ങൾ നോക്കണം. മാതാവ് നിങ്ങളെ 10 മാസം ചുമന്ന് അവർ വളരെ വേദനയോടെ നിങ്ങളെ പ്രസവിച്ച് നിങ്ങളെ താലോലിച്ച് നിങ്ങളെ വളർത്തുമ്പോൾ നിങ്ങളൊരിക്കലും നിങ്ങൾ
മാതാപിതാക്കളെ ഉപദ്രവിക്കരുത്. മാതാപിതാക്കളെ നോക്കണം. മാതാപിതാക്കളെ നോക്കാത്ത തലമുറ നശിച്ചു പോകും. കാരണം നിങ്ങൾ ഇന്നും നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കിയില്ല എങ്കിൽ നിങ്ങളും ഇതുപോലെ ഒരു ദിവസം വയസ്സാകുന്നൊരു സമയമുണ്ട്. ഇതിനേക്കാൾ അധികം നിങ്ങളെ മക്കൾ നിങ്ങളെ നോക്കാതെ കഷ്ടപ്പെടേണ്ടി വരും. എനിക്കറിയാമെന്നൊരു കളക്ടറുണ്ട് തിരുവനന്തപുരത്ത്. ആ അപ്പച്ചൻ മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയ ഉന്നത ജോലിയിലൊക്കെ അവരെ ആയിരിക്കുമ്പോൾ ആ അപ്പച്ചൻ്റെ സദർമണി അപ്പച്ചനെ വിട്ടുപോകുവാനിടയായി. എന്നാൽ അവർക്ക് ധാരാളം കാശുണ്ട്, ധാരാളം സമ്പത്തുണ്ട്. കാശ് കയ്യിലുണ്ടെങ്കിലും അവർക്ക് പുറത്തിറങ്ങി ഒന്നും വാങ്ങിക്കഴിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് നടക്കുവാൻ കഴിയില്ല. അവർ പലതവണയും അവിടെ മുറ്റത്ത് കിടക്കുന്ന കിണറ്റിൽ ചാകുവാൻ വേണ്ടി ഈ കളക്ടർ അപ്പച്ചൻ ശ്രമിച്ചു. എന്നാൽ അവർക്ക് ഈ കാലിൻ്റെ മുട്ട് നിവർന്ന് എണീറ്റ് നിന്ന് ചാടുവാൻ കഴിയില്ല. പല സമയം അവിടെ നിന്ന് പോയിട്ട് വീണ്ടും അവർ ഇഴഞ്ഞ് ഭവനത്തിലേക്ക് കയറും. അങ്ങനെ ഒരു ദിവസം ഒരു മകൻ വീട്ടിൽ വന്ന്, പപ്പ നമുക്ക് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പച്ചൻ സന്തോഷിച്ചു. എൻ്റെ മകൻ വന്നു, എന്നെ കറങ്ങാനൊക്കെ കൊണ്ടുപോകുന്നു എന്ന് സന്തോഷിച്ച് ചാടി അവരുടെ വണ്ടിയിൽ കയറി. ഈ മകൻ ചെയ്തത് വയസ്സ് ചെന്ന ആരുമില്ലാത്തവരെ നോക്കുന്ന വൃദ്ധസ്ഥലത്ത് കൊണ്ടാക്കുവാനിടയായി. ആ അപ്പച്ചനൊരിക്കൽ ടി വിയിൽ കൂടെ സംസാരിക്കാനിടയായി, ഇങ്ങനെ എൻ്റെ മകൻ ഇവിടെയെങ്കിലും കൊണ്ടാക്കിയത് കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു. അവർക്ക് 4 മക്കളുണ്ട്. ഈ 4 മക്കൾ ഇവരെ നോക്കുവാൻ തയ്യാറല്ല. ആവശ്യമുള്ള കാശുണ്ട്, ആവശ്യമുള്ള സമ്പത്തുണ്ട്. പക്ഷേ എന്തു ഫലം? ഈ സമ്പത്തിനോ ഈ കാശിനോ ഈ അപ്പച്ചനെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ അപ്പച്ചൻ ഒരിക്കലും ഈ മക്കളെ ശപിച്ചില്ല. അവിടുത്തെ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ മക്കൾ ഇവിടെയെങ്കിലും കൊണ്ടാക്കിയത് കൊണ്ട് ഞാൻ എന്ന് ജീവനോടെ ഇരിക്കുന്നു. ഞാൻ പല തവണയും കിണറ്റിൽ ചാടുവാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അവിടെയൊന്നും എനിക്കെൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് ഈ അപ്പച്ചൻ പറയുവാനിടയായി. പ്രിയ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഇതുപോലെ വിത്ത സ്ഥലത്ത് കൊണ്ടാക്കുകയാണെങ്കിൽ, പക്ഷേ നിങ്ങൾ വയസ്സാകുന്നൊരു കാലമുണ്ട്, അതിനേക്കാൾ വലിയ കഷ്ടതയുള്ള സ്ഥലത്തായിരിക്കും നിങ്ങളുടെ മക്കൾ കൊണ്ടാക്കുന്നത്. കാരണം നമ്മൾ എന്തു പഠിച്ചോ അത് നമ്മുടെ മക്കൾ നമുക്ക് തിരിച്ച് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ വീണു പോകാതെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നോക്കുക. നിങ്ങളുടെ കുഞ്ഞുകാലത്ത് നിങ്ങളുടെ അപ്പനും അമ്മയും എങ്ങനെ നോക്കിയോ അതുപോലെ വയസ്സ് ചെന്ന അപ്പനെ അമ്മയെ നോക്കുക. അല്ലെങ്കിൽ അത് ശാപത്തിലേക്ക് മാറും. 7 തലമുറ ശാപം നിൽക്കും. ആ ശാപം ഭയങ്കരമായൊരു ശാപമായി തീരും. ഇന്ന് നമ്മൾ പലയിടങ്ങളിൽ പോയി നോക്കുമ്പോൾ മാതാപിതാക്കൾ മക്കൾ നോക്കാതെ വീട്ടിനുള്ളിൽ തന്നെ അവരെ പൂട്ടിയിട്ടിരിക്കുന്നൊരവസ്ഥ. അവർ പൂട്ടിയിട്ടിട്ട് അവരങ്ങ് പോകും അവരെ ജോലിക്ക്. അവരെ വന്ന് നോക്കിയാൽ നോക്കി, അവരെ വന്ന് കണ്ടാൽ കണ്ട്. വളരെ ദുഃഖത്തിലായിരിക്കുന്നു ഈ വാർത്തകൾ കേൾക്കുമ്പോൾ. നമ്മളെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മൾക്ക് വേദനയോടെ നമ്മൾക്ക് മടങ്ങി വരുവാനിടയാവും. പ്രിയ മക്കളെ, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മകനേ മകളെ, നിന്റെ ഹൃദയത്തെ എനിക്ക് താ, നിന്റെ ഭാരങ്ങളൊക്കെയും എൻ്റെ ചുമട്ടിലിട്ട് കൊള്ളുക, ഞാൻ നിങ്ങളെ
സൂക്ഷിച്ചു കൊള്ളാം. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു കൊള്ളാം. ഇതുപോലൊരു വാക്ക് പറഞ്ഞത് യേശു അല്ലാതെ, ദൈവമല്ലാതെ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. എത്രയോ മനുഷ്യ ദൈവങ്ങളുണ്ട്, എത്രയോ പുണ്യാളന്മാരുണ്ട്. അവരെല്ലാം മരിച്ച് മണ്ണടിഞ്ഞു പോയിട്ടും അവരാരും ഉയർത്തെഴുന്നേറ്റ് വന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവാണെങ്കിൽ മരിച്ചിട്ടും അടക്കപ്പെട്ട് വീണ്ടും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ രക്ഷിപ്പാനായിരിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തു നമുക്കായി വേണ്ടി ഇന്നും ജീവിക്കുന്നു. ആ യേശു ഇതാ വേഗത്തിൽ വരുവാൻ പോകുന്നു. ഇനി അധിക താമസമില്ലാതെ തന്നെ യേശു കർത്താവ് വരും. ആ യേശു വരുന്നതിന് മുമ്പ് നമ്മൾ ആ കർത്താവിനെ അറിയുക. ഇന്ന് പക്ഷേ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾക്ക് വേറെ ജോലികളൊന്നുമില്ലയോ നിങ്ങളിങ്ങനെ മയക്കം കെട്ടി ഇങ്ങനെ വിളിച്ചു കൊണ്ട് നടക്കുവാൻ. എന്നാൽ പ്രിയ മക്കളെ, ഈ വിളിച്ചു പറയുന്ന എൻ്റെ ദൈവം മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമല്ല, മറ്റ് മതക്കാരുടെ ദൈവം മാത്രമല്ല, ഈ ലോകത്തിൻ്റെ സകല സൃഷ്ടിയുടെയും ദൈവമാണ് യേശു കർത്താവ്. ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വരും. മകനെ, മകളെ, നിനക്കെന്താണ് ആവശ്യം? ഞാൻ നിനക്കെന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവം ചോദിക്കും. അത് ചോദിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുത്താൽ ദൈവം നമ്മെ വളരെ ധന്യമായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിനല്ലാതെ നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. നമ്മൾ ഇന്നൊരു ശ്വാസം വലിച്ചു വിടുന്നത് തന്നെ അത് ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മുടെ ശരീരത്തിൽ ഈ ശ്വാസം അത് ദൈവത്തിൻ്റെ വകയാണ്. ദൈവം നമ്മെ മണ്ണിൽ നിന്ന് പൊടിയെടുത്ത് ദൈവത്തിൻ്റെ ആ സ്വന്തം സാദൃശ്യത്തിൽ ദൈവം ഉണ്ടാക്കി, ദൈവം ആ ബിംബത്തിൻ്റെ മൂക്കിൽ ഊതിയപ്പോൾ ആ മനുഷ്യന് ജീവൻ പ്രാപിച്ചു, അല്ലെങ്കിൽ ആ പൊമ്മയ്ക്ക് ജീവൻ പ്രാപിച്ചു. പക്ഷേ അത് മനുഷ്യനായി തീർന്നു. പക്ഷേ ആ ജീവൻ ദൈവത്തിൻ്റെ വകയാണ്. കാരണം ദൈവമാണ് മൂക്കിൽ ഊതി ആ ജീവൻ തന്നിരിക്കുന്നത്. അത് ദൈവത്തിന് അധികാരമുള്ള ജീവനാണ്. ആ ആത്മാവ് ദൈവത്തിന് അധികാരമുള്ളതാണ്. ആർക്കും അതെടുക്കുവാൻ അധികാരമില്ല. ദൈവമക്കളെ, നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. പക്ഷേ നമ്മൾ ദൈവത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊടുക്കുക, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക. നമ്മളെല്ലാവരും പാപികളാണ്. നമ്മളെല്ലാവരും പാപികളാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈ ലോകത്തിൽ ഇഴയുന്നവരാണ്. പാപം കൊണ്ട് നിറഞ്ഞു, ശാപം കൊണ്ട് നിറഞ്ഞു. എവിടെ പോയാൽ രക്ഷപ്പെടും? എവിടെ പോയാൽ നമുക്ക് രക്ഷ പ്രാപിക്കും? ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങു പോയിട്ടും എനിക്ക് ഒരു രക്ഷയുമില്ല. ഇനി ആത്മഹത്യ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും കാണുന്നില്ല എന്ന് ചിന്തിക്കുന്ന അനേക ദൈവമക്കൾ ഈ ദേശത്ത് തന്നെ ഉണ്ട്. സഹോദര, സഹോദരി, ഞാനിതാ വിളിച്ചു പറയുന്നു, നീ ആത്മഹത്യ ചെയ്യണ്ട, നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തണ്ട. യേശുവിനോട് പ്രാർത്ഥിക്കേ. നിന്റെ വിഷയങ്ങളെ നീ യേശുവിനോട് പറ. കർത്താവേ, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, കടഭാരം കൊണ്ട് എനിക്ക് വെളിയിലിറങ്ങുവാൻ നിവർത്തിയില്ല,
എൻ്റെ ശരീരത്തിലെ രോഗം കൊണ്ട് നീ പുറത്തിറങ്ങുവാൻ സാധിക്കുന്നില്ല. എൻ്റെ കടഭാരത്തെ മാറ്റിത്തരണമേ, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്ക്. നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് ഇടപെടും. യഹോവായിരേ, ദൈവത്തെ വിളിക്കുന്ന ആ സമയത്ത്, ആ തക്ക സമയത്ത് ദൈവം ഇറങ്ങി വരും. ഇറങ്ങി വന്ന ആ പ്രശ്നത്തിന് ദൈവം പരിഹാരമുണ്ടാക്കുന്നതാണ് ദൈവം. ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുക, ആ ദൈവത്തെ നമ്മൾ അറിയുക. അറിഞ്ഞാൽ നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും. പ്രിയമക്കളെ, യേശു കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ വളരെ കഷ്ടതകളും പ്രയാസങ്ങളും നേരിട്ടതാണ് എൻ്റെ ദൈവം. അനേകർ ദൈവത്തെ തള്ളിപ്പറഞ്ഞ വ്യക്തികളുണ്ട്. അനേകർ ദൈവത്തെ പഠിച്ചവരുണ്ട്, ദൈവത്തെ ഉപദ്രവിച്ചവരുണ്ട്. എന്നാൽ അവർക്കെല്ലാം പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, ഇത് സത്യദൈവമാണ്, ഇത് ജീവൻ തരുന്ന ദൈവമാണ്, സമാധാനം തരുന്ന ദൈവമാണ് എന്ന് അനേകർ യേശുവിനോട് മടങ്ങി വന്നവരുണ്ട്. ഇന്ന് ഞങ്ങളുടെ ടീമിൽ നിൽക്കുന്ന വ്യക്തികൾ ഒരു കാലത്ത് യേശുവിനെ വിശ്വസിക്കാത്തവരായിരുന്നു. നമ്മളെ മിടുക്കുകൊണ്ട് നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പണം കൊണ്ട് നമുക്ക് ജീവിക്കാം, നമ്മുടെ സമ്പത്ത് കൊണ്ട് ജീവിക്കാം, നമുക്ക് ഈ ലോകത്തിൽ ആര് വേണം? എന്നാൽ പ്രിയ മക്കളെ, നമുക്കൊരു പ്രശ്നം വരട്ടെ, നമുക്കൊരു വേദന വരട്ടെ, ആരും കാണുകയില്ല. ഈ പണത്തിനോ നമ്മുടെ ബന്ധുക്കൾക്കോ മക്കൾക്കോ നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. അത് ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. ഈ കർത്താവായ യേശു ക്രിസ്തു ഇതാ വേഗത്തിൽ വരുവാൻ പോകുന്നു. ഇനി അധിക താമസമില്ല. എന്തിനാണ് പ്രിയ മക്കളെ ദൈവം വരുവാൻ വേണ്ടി താമസിക്കുന്നത്? ദൈവത്തിൽ വിശ്വസിക്കാത്ത അനേക മക്കളുണ്ട്. നിങ്ങൾ ദൈവത്തോട് വിശ്വസിക്കുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ അപ്പനെന്ന് സ്വീകരിപ്പാൻ വേണ്ടിയാണ് ദൈവം വരുവാൻ താമസിക്കുന്നത്. എന്നാൽ ഇന്ന് വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇനി അധിക താമസമില്ലാതെ തന്നെ കർത്താവായ യേശു ക്രിസ്തു വരും. അത് വരുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും നെടുകുറുപ്പുകളും ഒക്കെ ഉണ്ടാകും. അതിലൊരു ഭാഗമാണ് നമ്മുടെ കഴിഞ്ഞൊരു മഹാമാരി. എന്നാൽ ഇപ്പോൾ ഈ മഹാമാരി വന്നു എങ്കിൽ ഇനി ഇതാ വരുവാൻ പോകുന്നത് വളരെ കഷ്ടം. മനുഷ്യൻ പട്ടിണി കിടക്കും, ക്ഷാമം, ആഹാരമില്ല, കുടിപ്പാൻ വെള്ളമില്ല, വസ്ത്രമില്ല. ഇതൊന്നുമില്ലാതെ മനുഷ്യൻ വിശപ്പ് സഹിക്കാൻ പറ്റാതെ മനുഷ്യനെ തന്നെ പിടിച്ചു തിന്നുന്നൊരു കാലം ഇതാ വേഗം വരുന്നു. അടുത്ത് മനുഷ്യൻ സമാധാനമില്ലാതെ തമ്മിൽ വെട്ടിക്കൊല്ലും, വെട്ടിച്ചാകും. കാരണം മനുഷ്യന് സമാധാനം ഉണ്ടാകുകയില്ല. വീട്ടിലിരുന്നാൽ സമാധാനമില്ല, റോഡിലിരുന്നാൽ സമാധാനമില്ല, ഏത് ബസ് സ്റ്റാൻഡുകളിൽ പോയാലും സമാധാനമില്ല. സമാധാനമില്ലാതെ മനുഷ്യനെ തന്നെ വെട്ടിക്കൊല്ലുന്നൊരു കാലം. രക്തക്കളം, എവിടെ നോക്കിയാലും രക്തക്കളം. സമാധാനം മനുഷ്യനുണ്ടാകുകയില്ല. ഈ മഹാമാരി ലോകത്തിൽ വന്നു എങ്കിൽ ഇതൊക്കെ ഈ ലോകത്തിൽ വരുവാൻ പോകുന്നു. ഇത് വരുന്നതിന് മുമ്പ് നമുക്ക് നിത്യതയിൽ ചേരണം. ഈ ലോകത്തിൻ്റെ കഷ്ടതകൾ വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോകണം, എടുക്കപ്പെടണം. അത് എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞാൽ മാത്രമേ എടുക്കുവാൻ കഴിയുള്ളൂ ദൈവത്തിന്.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ ഒരു വനിത ഭരിക്കുവാൻ വേണ്ടി വരുന്നു. ലോകത്തിൻ്റെ ഒറ്റ ചക്രവർത്തി. ആ ലോകത്തിൻ്റെ ഒറ്റ ചക്രവർത്തി ലോകത്ത് ഭരിക്കുവാൻ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രസിഡന്റോ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയോ അല്ലെ ലോകത്തിൻ്റെ പ്രസിഡന്റുമാരോ ഏത് ലോകത്തിൻ്റെ മന്ത്രിമാരോ ഈ ലോകത്തിൽ അവർക്ക് ഭരിക്കുവാൻ കഴിയുകയില്ല. ലോകത്തിൻ്റെ ഒറ്റ ഭരണ അധികാരി വരും. ആ ലോകത്തിൻ്റെ ഒറ്റ ഭരണ അധികാരി വരുമ്പോൾ അവർ പക്ഷേ ഒരു നിയമമിറക്കും. ആ നിയമത്തിൽ നിന്ന് മാത്രമേ ഈ ലോകത്തിൽ അന്ന് ജീവിക്കുന്നവർക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ആ നിയമമെന്ന് പറഞ്ഞാൽ 666 എന്നുള്ള നമ്പറുള്ളൊരു ചിപ്പ് ഇറക്കും. ആ ചിപ്പ് വലം കയ്യിലോ നെറ്റിയിലോ പതിക്കുന്നവർക്ക് മാത്രമേ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുവാനും കടകളിൽ സാധനം കൊണ്ടുപോയി വിൽക്കുവാനും കഴിയുകയുള്ളൂ. നമ്മൾ സാധനം കടയിൽ വാങ്ങാൻ പോയാൽ ആ കടയിലൊരു കമ്പ്യൂട്ടർ ഉണ്ടാകും. ആ കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കും. കൈയൊന്ന് നീട്ടുവാൻ പറയും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒന്ന് നോക്കുവാൻ പറയും. അതിൽ നമ്മുടെ ശരീരത്തിൽ ആ ചിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കടയുടെ ഓണർ നമുക്ക് സാധനം തരികയുള്ളൂ. അതിന് വേഗത്തിൽ ഇതാ സംഭവിക്കുവാൻ പോകുന്നു. അധിക താമസമില്ല. ആ ചക്രവർത്തി ഭരിക്കുന്ന കാലത്ത് ഭൂമി പിളർന്നു പോകും. തീക്കാറ്റ് ആകാശത്ത് നിറങ്ങി വരും. മലകളൊക്കെയും ഉരുൾപൊട്ടി ഭൂമിയുടെ അടിയിൽ നിന്ന് എത്രയോ ഡിഗ്രി ചൂടുള്ള വെള്ളം പുറത്തു വന്ന് ഈ കരിങ്കല്ലുള്ള ഈ പാറകൾ സ്വർണ ഉരുകും പോലെ ഉരുകി ആറ്റുവെള്ളം പോലെ ഒഴുകും. മനുഷ്യന് ഓടി രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അത് മനുഷ്യനെ വിഴുങ്ങിക്കളയും. നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ഭൂമി പൊളന്നു പോകും. ഭൂമി മനുഷ്യനെ വിഴുങ്ങിക്കളയും. തീക്കാറ്റ് എവിടെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റുകയില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വന്നാൽ ആ തീക്കാറ്റ് മനുഷ്യനെ വിഴുങ്ങിക്കളയും. രക്ഷിപ്പാൻ ആർക്കും കഴിയുകയില്ല. അവിടെ അയ്യോ അയ്യോ രക്ഷിക്കണേ എന്ന് വിളിച്ചുകൊണ്ട് ഓടും. പക്ഷെ അവിടെ രക്ഷ കിട്ടുകയില്ല. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു ആകാശമധ്യയിൽ നമ്മെ രക്ഷിപ്പാൻ വേണ്ടി ദൂതന്മാരുമായി ഇതാ വേഗത്തിൽ വരും. കർത്താവായ യേശു ക്രിസ്തു ആകാശമധ്യയിൽ വന്നാൽ മരിച്ചവരിൽ വിശുദ്ധന്മാരെ നിങ്ങൾ കല്ലറ വെട്ടി വരുവീനെന്ന് പറയും. ഒരു കാഹളമൂതും. അപ്പോൾ തന്നെ ദൈവത്തോട് ജീവിച്ച മക്കൾ കല്ലറ പൊട്ടി പുറത്തു വരും. അവർ ശരീരങ്ങൾ ദ്രവിച്ചു പോയാലും അത് ശരീരമായി തീരും. എല്ലുകളെല്ലാം അസ്ഥികളെല്ലാം ഒന്നിച്ച് അത് ജോയിൻ്റ് ആവും. മാംസങ്ങൾ വെച്ച് പിടിക്കും, ജീവൻ പ്രാപിക്കും. അങ്ങനെ അവരെ സ്വർഗത്തിലും ദൂതന്മാർ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകും. രണ്ടാമത് ജീവിച്ചിരിക്കുന്നവരിൽ വിശുദ്ധന്മാർ, ദൈവത്തോട് ജീവിച്ചവർ, അവരുടെ ലോട് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് കൊണ്ടുപോകും. കൊണ്ടുപോയാൽ ദൈവം സുരക്ഷ സ്ഥലത്ത് നമ്മെ കൊണ്ടാക്കും. ദൈവത്തിൻ്റെ പക്കൽ അനേക വാസസ്ഥലമുണ്ട്. ആ വാസസ്ഥലത്ത് നമ്മെ കൊണ്ട് ആക്കും. ആക്കിയതിന് ശേഷം ഈ ലോകത്തെ ഭരിക്കുവാൻ 1000 വർഷം ഭരിക്കുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോയതുപോലെ തന്നെ ഇതാ വേഗത്തിൽ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നു. വചനം ഇങ്ങനെ പറയുന്നു, ഇതാ ഒരു ദൂതൻ ആകാശത്തിൽ നിന്ന് ഇതാ ഇറങ്ങി വരുന്നു. ആ ദൂതൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും
ഈ ഭൂമിയിലെ പിശാചിനെ പിടിച്ചു കെട്ടുവാൻ വേണ്ടി ഒരു ചങ്ങലയുമായി ഇതാ ഒരുവൻ വരുന്നു. ആ ദൈവം വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അന്ന് ജീവിച്ചിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ വീട്ടിലിരിക്കുന്ന ടി വിയിലോ നമ്മുടെ മൊബൈലിലോ നോക്കുമ്പോൾ തന്നെ ആ ദൈവദൂതൻ ഇറങ്ങി ഇങ്ങനെ വരും. അപ്പോൾ വരുന്നത് കാണുവാൻ ഭയങ്കര സന്തോഷമായിരിക്കും. അതൊരു കാഴ്ചയായി തീരും. അന്ന് സന്തോഷിച്ച് കൈയടിക്കുന്നവർ കാണാം. എന്നാൽ ദൈവം ഈ ലോകത്തിൽ ഭൂമിയിൽ ഇറങ്ങിയാൽ ഉടനെ ആദ്യം ചെയ്യുന്ന കാര്യം ഈ പാതാളത്തിൻ്റെ വാതിൽ തുറന്ന് ഈ ലോകത്തെ ഭരിക്കുന്ന പൈശാചികനെ ദൈവം ഈ ഒരു കയ്യിൽ ചങ്ങല കൊണ്ട് എല്ലാ പിശാചിനെയും പിടിച്ചു കെട്ടി ഈ പാതാളത്തിലേക്ക് അടച്ചിടും. അപ്പോഴാണ് നമ്മൾ നിലവിളിക്കുന്നത്, അയ്യോ യേശുവേ, നമ്മളെ ഇവരെല്ലാം പറ്റിച്ചു കൊണ്ടിരുന്നു, ഇവരാണ് ദൈവമെന്നവർ നമ്മോട് പറഞ്ഞ് നമ്മെ പറ്റിച്ചു, യേശു ദൈവമല്ല. അങ്ങനെ നമുക്കൊന്ന് മനസ്സിലായി യേശുവാണ് ദൈവമെന്ന്. എന്ന് നിങ്ങൾ നിലവിളിച്ചാലോ നിങ്ങൾ കരഞ്ഞാലോ ദൈവം നിങ്ങളെ സ്വീകരിക്കുകയില്ല. ദൈവം മുഖം മാറ്റിക്കളയും. ഇന്ന് പറയുന്ന ഈ വചനങ്ങൾ കേട്ട് അനുസരിച്ചാൽ, ഈ ട്രാക്റ്റ് നിങ്ങൾ തരുന്നത് വായിച്ച് മനസ്സിലാക്കിയ പ്രകാരം ദൈവത്തോട് ജീവിച്ചാൽ നിങ്ങൾക്കിന്ന് മാനസാന്തരപ്പെടാം. നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. ദൈവത്തോടുകൂടെ നിങ്ങൾക്ക് ചേരാം. അങ്ങനെ യേശു കർത്താവ് 1000 വർഷം ഈ ലോകത്തെ ഭരിച്ചതിന് ശേഷം യേശു കർത്താവ് സ്വർഗത്തിലേക്ക് വീണ്ടും പോകും. പോയാൽ ദൈവം ചെയ്യുന്ന കാര്യം ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ വച്ചിരിക്കുന്ന തീയിറക്കും. ആ തീക്കട്ടകൾ ഈ ഭൂമിയിൽ വന്നു വീഴും. ഈ ലോകം മുഴുവനും കത്തി നശിക്കും. ഈ ലോകം മുഴുവനും ശൂന്യമാകും. പാപമില്ലാത്ത ലോകമായി തീരും. ഈ ഭൂമി നശിച്ചതിന് ശേഷം പിന്നെ ന്യായവിധി. സ്വർഗത്തിലൊരു ന്യായവിധിയുണ്ട്. ഇന്ന് നമുക്കിന്നൊരു കേസ് വന്നാൽ കോടതിയിൽ പോയി കള്ളസാക്ഷികൾ പറഞ്ഞ്, വക്കീലന്മാർ കള്ളങ്ങൾ പറഞ്ഞ് നമ്മെ രക്ഷിച്ച് ജയിലിൽ നിന്ന് ഇറക്കി നമ്മെ കൊണ്ടുവരും. എന്നാൽ സ്വർഗത്തിലെ കോടതിയിൽ ആർക്കും അവിടെ പോയി വാദിക്കുവാൻ കഴിയുകയില്ല. അവിടെ ആർക്കും രക്ഷിപ്പാൻ കഴിയുകയില്ല. അവസാനത്തൊരു വിധിയായിരിക്കും. ആ ന്യായവിധി പിതാവാം ദൈവവും യേശു കർത്താവും സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഈ മനുഷ്യരെ ന്യായം വിധിക്കും. പാപം ചെയ്തവരെയും പാപം ചെയ്യാത്തവരെയും 2 ഭാഗത്തിലേക്ക് തിരിക്കും. പാപം ചെയ്തവർ ഇടത് ഭാഗത്തും പാപം ചെയ്യാത്ത വിശുദ്ധന്മാർ വലത് ഭാഗത്തുമായി തിരിച്ചു നിർത്തും. ശേഷം നമ്മുടെ പഴയ മത്തായി ചേട്ടൻ ഇവിടെ കള്ള് കച്ചവടം ചെയ്ത മത്തായിയെ വിളിക്കും. മത്തായി, നീ ലോകത്തിലായിരിക്കുമ്പോൾ നീ കള്ളിൽ വിഷം ചേർത്ത് അനേകരെ നീ കൊന്നു. നീ കാശിന് വേണ്ടി അനേകരെ അടിച്ചു കൊന്നു. അനേകം നീ പീഡിപ്പിച്ചു. നീയും നിൻ്റെ കൂട്ടരും പാവിയാണ് എന്നവരെ അങ്ങ് തിരിച്ചു നിർത്തും. എന്നാൽ ദൈവമക്കളുടെ വലതു ഭാഗത്തുണ്ടാവും നമ്മുടെ പഴയ സാധു കൊച്ചു കുഞ്ഞുപദേശി ദൈവമക്കൾ. ഇവരെ ദൈവം വിളിക്കും, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ലോകത്തിലായിരിക്കുമ്പോൾ അനേകർക്ക് നിങ്ങൾ വചനം പറഞ്ഞു കൊടുത്തു. അനേക രോഗികളെ നിങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി. അനേകർക്ക് നിങ്ങൾ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു. അനേകരെ നിങ്ങൾ എൻ്റെ വചനത്താൽ നിങ്ങൾ അവരെ രക്ഷിച്ചു. നിങ്ങൾ വലതു ഭാഗത്തിലേക്ക് വരുവാൻ പറയും. ശേഷം ഇടത് ഭാഗത്ത് നിൽക്കുന്ന അവരെ അഗാധമായ കുഴിയിലേക്ക് തള്ളിയിടും. ആ കുഴി നരകം. അവിടെ
ചാകാത്ത പുഴുവും കെടാത്ത തീയും ഉണ്ടാവും. എന്നാൽ പുഴുവിൽ വീഴുന്നവർ, പുഴുവിൻ്റെ കൂട്ടത്തിൽ വീഴുന്നവർ അവരുടെ ചെവിയിലും അവരെ കണ്ണിലും അവരെ മൂക്കിലും വായിലും യേശുദോർ ഈ പുഴുകുത്തും. സഹിക്കാൻ പറ്റാത്ത വേദന, അയ്യോ അയ്യോ എന്ന് കിടന്ന് വിളിക്കും. സഹിക്കാൻ പറ്റുകയില്ല. ഈ പുഴുവിനെ നമ്മൾ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചാൽ പുഴു ചാകുകയില്ല. റബ്ബർ കഷ്ണം പോലെ അത് ചാടി ചാടി കിടക്കും. ഈ മനുഷ്യനും ചാകുകയില്ല, ഈ പുഴുവും ചാകുകയില്ല. അവിടെ നിത്യവേദന. എന്നാൽ കൂട്ടത്തിൽ തീയിലിടുന്ന ആ വ്യക്തികൾ ഈ തീയിൽ കിടന്നെരിഞ്ഞ് ചാകുകയുമില്ല. ഈ തീ ഒരിക്കലും അണയുകയുമില്ല, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. അതൊരു നിത്യവേദന. അയ്യോ അയ്യോ എന്ന് വിളിച്ചാൽ ആർക്കും അവിടെ രക്ഷിപ്പാൻ കഴിയില്ല, ആർക്കും വെള്ളം തരുവാൻ കഴിയില്ല. ആ വേദന സഹിച്ചേ മതിയാവും. അതാണ് നരകമെന്ന് പറയുന്നത്. പാപം ചെയ്യുന്നവർക്ക്, ഈ ലോകത്തിൽ പാപം ചെയ്ത് കൂട്ടിയവർക്ക്, ഈ ലോകത്തിൽ അനുസരണക്കേട് ചെയ്തവർക്ക് ഉള്ള ശിക്ഷയാണ് ആ നരകം. എന്നാൽ ദൈവത്തോട് ജീവിച്ച മക്കൾക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് ദൈവം ഈ മക്കളെ കൊണ്ടുപോകും. അവിടെ സുരക്ഷിത സ്ഥലത്ത് നമ്മളെ കൊണ്ടെത്തിച്ച് ദൈവമായി നമ്മളും ഒരുമിച്ച് അവിടെ വാഴും. ദൈവത്തോട് എപ്പോഴും പാട്ടും പ്രാർത്ഥനയും, എപ്പോഴും സന്തോഷവും, എപ്പോഴും അവിടെ ആനന്ദമായി തീരും. അവിടെ കഷ്ടതയില്ല, വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല, എപ്പോഴും സന്തോഷം. പ്രിയ മക്കളെ, നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നരകം വേണമോ സ്വർഗം വേണമോ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തീരുമാനിക്കാം. ആരും പറയുന്നത് കേൾക്കണ്ട. നമുക്ക് അവകാശമുണ്ട് നമുക്ക് തന്നെ തീരുമാനിക്കാൻ. പ്രിയ മക്കളെ, ആരും നരകത്തിൽ പോകുവാൻ ആഗ്രഹിക്കരുത്, സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, സ്വർഗത്തിൽ പോകുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ മതി. ദൈവത്തോട് ഇങ്ങനെ പറയണം, യേശുവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തോട് ക്ഷമിക്കണമേ, എൻ്റെ ശാപത്തോട് ക്ഷമിക്കണമേ. ഞാൻ ഇന്നു മുതൽ യേശുവിനോട് ജീവിക്കും, ഞാൻ യേശുവിനോട് ജീവിക്കും, യേശുവിനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തെവിടെയെങ്കിലും ഉള്ള ആ വിശുദ്ധ സഭയിൽ, സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന സഭയിൽ പോയി ദൈവത്തെ ആരാധിക്കണം. ആരാധിച്ചതിന് ശേഷം അവിടുത്തെ ദൈവദാസൻ്റെ പത്യോപദേശം നിങ്ങൾ കേട്ട് മുഴുകൽ സ്നാനമെടുക്കണം. ആ സ്നാനമെന്ന് പറഞ്ഞാൽ സ്നാനം തരുന്ന ആ ദൈവദാസനും സ്നാനമെടുക്കുന്ന ആ വ്യക്തിയും ഇരുവരും വെള്ളത്തിലിറങ്ങി, ദൈവദാസൻ വെള്ളത്തിൽ നിന്ന് മുക്കി നിങ്ങളെ എടുക്കുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ദൈവം നിങ്ങളെ പ്രസാദിക്കും. മകനെ, മകളെ, നീ ഇന്നു മുതൽ എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. അത് ജീവൻ്റെ പുസ്തകം. ആ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതും, ഇന്നു മുതൽ എൻ്റെ ദാസനും ദാസീയമെന്നും. ഈ സ്നാനമെടുക്കാത്തവർ ആരും ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുകയില്ല. എന്ന് ഈ വെള്ളത്തിലിറങ്ങി മുഴുകൽ സ്നാനമെടുക്കുന്നു, അന്ന് മാത്രമേ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളൂ. നിങ്ങൾക്ക് മാനസാന്തരപ്പെടാമെങ്കിൽ, യേശുവിനെ അറിയുമെങ്കിൽ നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് കയറിപ്പോകാം. ദൈവത്തോട് നമുക്ക് സന്തോഷിക്കാം, ദൈവത്തെ നമുക്ക് ആനന്ദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ഭ്രമിച്ചു കൊള്ളുന്നു.